നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടോ എന്താണ് ആ സിമ്പിൾ ടെക്നിക്ക് എന്ന്? അത് വേറൊന്നുമല്ല, ഹാർട്ട് ആൻഡ് ബ്രെയിൻ കൊഹിറൻസ്. ഹാർട്ട് ആൻഡ് ബ്രെയിൻ കൊഹിറൻസ് ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന വളരെ രസകരമായിട്ടുള്ള കുറെ വസ്തുതകൾ. അതിന്റെ കൂട്ടത്തിൽ ഈ ഒരു ഹാർട്ട് ആൻഡ് ബ്രെയിൻ കൊഹിറൻസ് നേടുന്നതിന് സഹായിക്കുന്ന ഒരു സിമ്പിൾ പ്രാക്ടീസും ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ രസകരമായിട്ടുള്ള പല വസ്തുതകളാണ്. നമ്മുടെ ഇമോഷൻസ് എടുത്തു കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് ഏറ്റവും പ്രാഥമികമായിട്ട് നമുക്ക് 8 തരത്തിലുള്ള ഇമോഷൻസ് ആണുള്ളത്. അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള റോബർട്ട് പ്ലൂട്ചിക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ വീൽ ഓഫ് ഇമോഷൻസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലെ നോക്കിക്കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് നമുക്ക് 8 ഇമോഷൻസ് ആണുള്ളത്. ആ 8 ഇമോഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 ജോയ് അല്ലെങ്കിൽ ആനന്ദം, 2 ഫിയർ അല്ലെങ്കിൽ ഭയം, 3 ട്രസ്റ്റ് അല്ലെങ്കിൽ വിശ്വാസം, 4 സർപ്രൈസ് അല്ലെങ്കിൽ അത്ഭുതം, 5 സാഡ്നസ് അല്ലെങ്കിൽ ദുഃഖം, 6 ഡിസ്ഗസ്റ്റ് അല്ലെങ്കിൽ വെറുപ്പ്, 7 ആങ്കർ അല്ലെങ്കിൽ ദേഷ്യം, 8 ആന്റിസിപ്പേഷൻ അല്ലെങ്കിൽ ഉത്കണ്ഠ. ഇവ ഉപയോഗിച്ചുകൊണ്ട് സെക്കൻഡറി ആയിട്ടുള്ള പല ഇമോഷൻസും നമുക്ക് വരുത്താനായിട്ട് സാധിക്കും. ഇനി പറയാൻ പോകുന്ന കാര്യമാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം. ഒരു മനുഷ്യന് ഒരു ദിവസത്തിൽ ഏകദേശം 65,000-ഓളം ചിന്തകൾ വരുമെന്നാണ് പറയുന്നത്. ഇനി വികാരങ്ങളുടെ ആ ഒരു കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എണ്ണം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയതാണ്. കാരണം ബേസിക് ആയിട്ട് ഈ 8 ഇമോഷൻസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഈ 8 ഇമോഷൻസ് വെച്ചിട്ട് മാക്സിമം ഒരാൾക്ക് ഉണ്ടാവാവുന്ന നമ്പർ ഓഫ് ഇമോഷൻസ്, ഒരു ദിവസത്തിൽ ഉണ്ടാവാവുന്ന വികാരങ്ങൾ എന്ന് പറയുന്നത് 200-ഓ 300-ഓ ആണ്. അപ്പോൾ ഇവിടെയാണ് ആ ഒരു അത്ഭുതം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു 20 പേജിന്റെ ഒരു പുസ്തകം ഇരിക്കുന്നുണ്ട്. ഒരു വലിയൊരു ടെക്നിക്ക് പഠിക്കാനാണ്. അതുപോലെ തന്നെ ഒരു 2000 പേജിന്റെ ഒരു പുസ്തകം ഇരിക്കുന്നുണ്ട്. ഈ 2 പുസ്തകം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് പുസ്തകമായിരിക്കും പ്രിഫർ ചെയ്യുക? ഇതുപോലെ തന്നെയാണ് നമ്മുടെ ചിന്തകളുടെയും അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിന്റെയും ആ കൗണ്ട് നോക്കിയിട്ട് അതിലേത് സംഭവത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഇമോഷൻസ് ഇത്രയും പരിമിതമാണെങ്കിൽ നമുക്ക് ഈ ഇമോഷൻസ് വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും മാറ്റാൻ സാധിക്കും. അതായത് നമ്മുടെ ഇമോഷൻസിൽ നമുക്ക് ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്ന ഈ ചിന്തകളുണ്ടല്ലോ, ഈ 65,000 അല്ലെങ്കിൽ 70,000 ചിന്തകൾ എന്ന് പറയുന്നത്, ഇതിൽ വലിയൊരു മാറ്റം ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള ഈ 8 ഇമോഷൻസ് ഇതിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. അങ്ങനെ നമുക്ക് അതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് നാം ആയിരിക്കുന്ന ഒരു അവസ്ഥേനൊക്കെ നമുക്ക് വളരെ നല്ല രീതിയിൽ മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ ഹൃദയത്തിന് ഏറ്റവും ചേർത്ത് വെക്കാവുന്ന തരത്തിലുള്ള ഇമോഷൻസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഈ പറയുന്ന എല്ലാ മാജിക്കുകളും സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിന് ഏറ്റവും ചേർത്ത് വെക്കാവുന്ന ആ ഒരു വികാരം എന്താണ്? അത് ജോയ്, ആനന്ദമായിരിക്കാം, പീസ്, സമാധാനമായിരിക്കാം, അല്ലെങ്കിൽ സ്നേഹമായിരിക്കാം, അൺകണ്ടീഷണൽ ലവ്. അപ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. അതായത് ഞാൻ എപ്പോഴാണ് സന്തോഷിക്കാറുള്ളത്? ഞാൻ പറയുന്നത് ഒരു സിനിമ കാണുമ്പോഴോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള മറ്റു സംഭവങ്ങൾ കാണുമ്പോഴോ ഉണ്ടാകുന്ന ഒരു സന്തോഷത്തെ കുറിച്ചല്ല, മറിച്ച് വളരെ ഇന്റേണൽ ആയിട്ട് നമുക്കൊരു സന്തോഷം തോന്നുന്ന ഒരു കാര്യം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മുടെ ഇമോഷൻ വളരെ പോസിറ്റീവായിട്ടുള്ള വളരെയധികം സന്തോഷം തരുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും രസകരമായിട്ടുള്ളൊരു സംഭവം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന എന്തെങ്കിലും സംഭവങ്ങളുണ്ടെന്ന് വിചാരിക്കുക. ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഭയങ്കര ടഫാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വൈബ്രേഷൻ, നിങ്ങളുടെ ഈ പറയുന്ന മൂഡ്, ഇമോഷൻ എന്ന് പറയുന്നത് വളരെ ഹാപ്പിനെസ് മൂഡിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചെങ്കിൽ ആ ഒരു മോമെൻറ്റിൽ ഈ ചെയ്യാൻ ആഗ്രഹമുള്ള ഈ ടഫായിട്ടുള്ളൊരു കാര്യത്തിനെയും കൂടി മനസ്സിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ ഇമോഷൻ വളരെ പോസിറ്റീവായിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊരു കാര്യവും ചെയ്യാനും കൂടുതൽ എനർജി നമുക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് നമ്മുടെ ഇമോഷൻ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് ആ ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് മാത്രമല്ല, കുറച്ച് കഴിയുമ്പോൾ അത് നമുക്ക് വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം സന്തോഷം തരുന്ന ഒരു ആക്ടിവിറ്റിയായി മാറുകയും ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫൈൻഡ് എ റീസൺ ടു ബി ഹാപ്പി. സന്തോഷം അനുഭവപ്പെടുന്നതിന് ആയിട്ടുള്ള ഒരു കാരണം നിങ്ങൾ തന്നെ കണ്ടെത്തുക. അത് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഐ ആം എക്സ്യൂബറൻറ്റ്, ഞാൻ വളരെ സന്തോഷവാനാണ് എന്ന് മനസ്സിൽ അഫർമേഷൻ ചെയ്താൽ തന്നെ എനിക്ക് ആ ഒരു സന്തോഷം ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊരു പക്ഷേ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ അത് നിങ്ങൾ തന്നെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വളരെയധികം സന്തോഷം അല്ലെങ്കിൽ ആ പറയുന്ന
ഒരു പോസിറ്റീവ് ബീയിങ്ങിൽ, സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിൽ നമുക്ക് നിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നതാണ് നമുക്ക് ഈ ഒരു ഇമോഷനിലേക്ക് കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള നമ്മുടെ ചിന്തകൾ. അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ആഗ്രഹമുള്ള എന്തൊക്കെ ഡിസയേഴ്സ്, ആഗ്രഹങ്ങളാണോ അതെല്ലാം ഈ ഒരു ഇമോഷനിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വൈബ്രേഷൻ എന്ന് പറയുന്നത് അത്രയും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ചിന്ത, അതിൽ നിന്ന് വരുന്ന ആ ഒരു ആഗ്രഹം ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ മെയിനായിട്ട് അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന അതിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ബിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്. അതായത് 0ഉം 1ഉം. അതുപോലെ തന്നെ നമ്മുടെ ഈ ബേസിക് ആയിട്ടുള്ള ഈ 8 ഇമോഷൻസ്, അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ, ഇത് രണ്ടും കണക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ഇൻഫൈനൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഇമോഷനാണ് ഇതിൻ്റെ ഏറ്റവും കീ ആയിട്ടുള്ളൊരു കാര്യം. അത് ജോയ് എന്ന് പറയുന്ന ഒരു ഇമോഷനിൽ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും പരിപൂർണ അവസ്ഥയിൽ നമുക്ക് എത്താൻ സാധിക്കുന്നത്. അതിന് പകരം സാഡ്നസ്, ആങ്കർ എന്ന് പറയുന്ന തരത്തിലുള്ള വികാരങ്ങളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ആ നമ്മുടെ വൈബ്രേഷൻ വളരെ താഴ്ന്ന രീതിയിലാണ് പോവുക. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് നമ്മുടെ വൈബ്രേഷൻ, നമ്മുടെ ഇമോഷൻ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ജോയ് എന്നുള്ളൊരവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് നമുക്ക് ആഗ്രഹമുള്ള എല്ലാ കാര്യങ്ങളും, വളരെ നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് കുറേയും കൂടിയും എളുപ്പമായിരിക്കും. ഒരു വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് എന്താണ്? ആ വീടിൻ്റെ ഗൃഹനാഥൻ്റെയും ഗൃഹനാഥയുടെയും അല്ലെങ്കിൽ അപ്പൻ്റെയും അമ്മയുടെയും അവർ തമ്മിലുള്ള ഒരു ഐക്യമാണ്. ഇതിലെ അപ്പൻ അല്ലെങ്കിൽ അച്ഛൻ എന്ന് പറയുന്നത് ബ്രെയിൻ ആണെന്ന് വിചാരിക്കുക. ആ ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കർ അച്ഛനാണെന്ന് വിചാരിക്കുക. ഇത് നേരെ തിരിച്ചായാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. അതുപോലെ അമ്മ എന്ന് പറയുന്നതാണ് ഹാർട്ട് അല്ലെങ്കിൽ ഇമോഷൻസ്, എല്ലാത്തിനെയും കണക്ട് ചെയ്യുന്ന ആ തരത്തിലുള്ള നല്ല വികാരങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അമ്മയാണെന്ന് വിചാരിക്കുക. ഈ ഹാർട്ട് ആൻഡ് ബ്രെയിൻ കൊഹിറൻസ്, അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു ഐക്യം ഉണ്ടാകുമ്പോഴല്ലേ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നത്. ഇതുപോലെ തന്നെയാണ് ഈ ഹാർട്ട് ആൻഡ് ബ്രെയിൻ കൊഹിറൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഹാർട്ട് അത് പുറപ്പെടുവിക്കുന്ന തരത്തിലുള്ള വികാരങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ അതിൽ നിന്ന് പുറപ്പെടുന്ന വിചാരങ്ങൾ അല്ലെങ്കിൽ തോട്ട്സ്, ഇതിനെ രണ്ടിനെയും നമുക്ക് ഒന്ന് അലൈൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഇതിനെ രണ്ടിനെയും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ഈ പറയുന്ന ഹാർട്ട് ആൻഡ് ബ്രെയിൻ കൊഹിറൻസ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടാൻ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട്, വളരെ ഫാസ്റ്റായിട്ട് സംഭവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെ സഹായിക്കുന്ന തരത്തിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു അഫർമേഷനാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു അഫർമേഷൻ ചെയ്യുന്നതിന് ഏറ്റവും ആദ്യം വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഹാർട്ട് കൊഹിറൻസ് ആണ്. അതായത് നമ്മുടെ ഹൃദയത്തിന് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു അവസ്ഥയിൽ നല്ലൊരു വൈബ്രേഷൻ അല്ലെങ്കിൽ നല്ലൊരു ഇമോഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ സഹായിക്കുന്ന തരത്തിലുള്ള അഫർമേഷൻ ഐ ആം സൂപ്പർ ഹാപ്പി, അല്ലെങ്കിൽ ഐ ആം എക്സ്യൂബറൻറ്റ്, അല്ലെങ്കിൽ ഐ ആം ഫീലിംഗ് ജോയ്. ഇങ്ങനെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന അഫർമേഷൻ അല്ലെങ്കിൽ വിഷ്വലൈസേഷൻസ് നിങ്ങൾക്ക് കൊണ്ടുവരാവുന്നതാണ്. അതിനുശേഷം പറയുക, എൻ്റെ ചിന്തകളിൽ വരുന്നത് എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പറയുക, എൻ്റെ വികാരങ്ങളിൽ വരുന്നത് എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. എൻ്റെ ചിന്തകളിൽ വരുന്നത് എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. എൻ്റെ വികാരങ്ങളിൽ വരുന്നത് എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ചിന്തകളിലും രണ്ടും പൊരുത്തപ്പെട്ട്, രണ്ടും സിങ്ക്രണസായി നിൽക്കുമ്പോൾ അവിടെയാണ് ഈ പറയുന്ന എല്ലാ മാജിക്കുകളും നമുക്ക് ജീവിതത്തിൽ നേടാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ അഫർമേഷൻസ് നിങ്ങൾ ഉപയോഗിക്കേണ്ട സമയം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്താണ്. അതായത് മെഡിറ്റേഷൻ ചെയ്ത് നമ്മുടെ മനസ്സൊക്കെ വളരെയധികം ശാന്തമാവുന്ന ഒരു സമയത്ത് ഈ അഫർമേഷൻ പറയുകയാണെങ്കിൽ അത് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിൽ, അതായത് നമ്മുടെ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് അത് വരുന്നതിന് നമ്മെ സഹായിക്കും. നമ്മൾ കോൺഷ്യസ്ലി, ബോധപൂർവം എത്ര എഫേർട്ട് എടുത്തു കഴിഞ്ഞാലും ആ ഒരു കോൺഷ്യസ് മൈൻഡിൻ്റെ ആ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് 5% മാത്രമേ ഉള്ളൂ. ബാക്കി 95% നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ഉപബോധ മനസ്സിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പ്രോഗ്രാം ചെയ്യുന്ന രീതിയിലായിരിക്കണം. എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ എൻ്റെ മെമ്പർ ഓൺലി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ മെഡിറ്റേഷൻ വളരെ ഇഫക്റ്റീവായി ചെയ്യുന്നതിന് അത് നമ്മെ സഹായിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ശാന്തതയും സമാധാനത്തോടും കൂടി ഒരു ഹാർട്ട് ആൻഡ് ബ്രെയിൻ കൊഹിറൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലെത്താനും അതിൻ്റെ ഭാഗമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ, വളരെ നല്ല ഉദ്ദേശത്തോടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നേടാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സ്നേഹം ഒരു ലൈക്കായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക് ഇവയിലൂടെ ഷെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു കമൻ്റായിട്ടോ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ
ഈ ഒരു വീഡിയോ കുറേ അധികം ആളുകളിലേക്ക് എത്തുന്നതിന് അത് വളരെയധികം സഹായിക്കും. അപ്പോൾ ഇതുപോലെ ഉപകരിക്കുന്ന കുറേ നല്ല വീഡിയോസായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.